സർക്കാർ കോളേജുകളും നാഥനില്ല കളരി. ആകെയുള്ള 70 സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 37 എണ്ണത്തിലും സ്ഥിരം പ്രിൻസിപ്പൽമാരില്ല. 33 കോളേജുകളിൽ മാത്രമാണ് സ്ഥിരം പ്രിൻസിപ്പൽമാരുള്ളത്. 8 താൽക്കാലിക പ്രിൻസിപ്പൽമാരാണുള്ളത്. വിവരങ്ങളുമായി അഞ്ചു കൂടി ചേരുന്നുണ്ട്. അഞ്ചു, എന്താണ് ഈ കോളേജുകളിൽ നടക്കുന്നത്? ഇതിപ്പോൾ ഈ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അവന്തിക, ഈ സർക്കാർ വന്നതിന് ശേഷം ഈ പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഈ 33 പ്രിൻസിപ്പൽമാരെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിയമിച്ചത്. അതിനുശേഷം ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 37 ഇടങ്ങളിലാണ് ആകെ 70 കോളേജുകളിൽ 33 ഇടങ്ങളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരുണ്ട്. 37 ഇടങ്ങളിൽ ഇനി സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കാനുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് 8 ഇടങ്ങളിൽ താൽക്കാലികമായിട്ടും പ്രിൻസിപ്പൽമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിയമതടസ്സമുള്ളതായാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം ഓഫീസുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നിയമതടസ്സമൊന്നുമില്ല. ഈ പ്രിൻസിപ്പൽമാർ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു നിയമപ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. 2022 ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 110 അധ്യാപകരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് അന്തിമമായ ഒരു പട്ടിക തയ്യാറാക്കുകയും അതിൽ നിന്ന് കുറച്ച് അധ്യാപകരുടെ ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിൽ നിന്നാണ് ഈ അന്നുണ്ടായിരുന്ന ഒഴിവ് പ്രകാരം കഴിഞ്ഞ സർക്കാർ 33 ഒഴിവുകളായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തുണ്ടായിരുന്നത്. ആ ഒഴിവുകൾ നികത്തുകയും ചെയ്തു. കൃത്യമായി തന്നെ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവുകൾ നികത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ ചില അധ്യാപകർ ട്രിബ്യൂണലിലും ഹൈക്കോടതിയിലും ഒക്കെ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമക്കുരുക്കുണ്ടാകുന്നത്. പക്ഷേ താൽക്കാലികമായി ഹൈക്കോടതി അന്നൊരു തീർപ്പ് കൽപ്പിച്ചിരുന്നു. 2022 പുറത്തിറക്കിയ സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരു കാര്യം മുന്നോട്ടുള്ള നിയമനങ്ങൾ നടത്താം എന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചിരുന്നു. പക്ഷെ അത്തരത്തിലൊരു തീർപ്പ് ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെയാണ് സർക്കാർ നിയമക്കുരുക്ക് ഉണ്ട് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരെ നിയമിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ ആ ലിസ്റ്റ് പ്രകാരം ഉള്ള അധ്യാപകരെ പ്രിൻസിപ്പൽമാരായി ഒന്നെങ്കിൽ നിയമിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ലിസ്റ്റ് ഈ സർക്കാരിന് തയ്യാറാക്കുകയും ചെയ്യാം. പക്ഷേ അങ്ങനെയുള്ള 2 നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. പുതിയ ലിസ്റ്റ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ പഴയ ലിസ്റ്റിൽ നിന്ന് അധ്യാപകരെ നിയമിക്കാനോ നിലവിൽ പുതിയ സർക്കാർ ചെയ്യാത്ത ഒരു നടപടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന മറ്റൊരു സാങ്കേതികമായ നിയമതടസ്സം എന്ന് പറയുന്നത്, ഒരു അധ്യാപകൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയിരുന്നു ഹൈക്കോടതിയിൽ. ഈ ഡയറക്റ്റ് നിയമനമാണ്, പ്രിൻസിപ്പൽമാരെ ഡയറക്റ്റ് നിയമനത്തിലൂടെയാണ് നിയമിക്കേണ്ടതെന്നൊരു രീതിയിൽ ഒരു പരാതി നൽകിയിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ നിയമപ്രകാരം അതുപോലെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പ്രമോഷന്റെ അടിസ്ഥാനത്തിലും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലുമാണ് പ്രിൻസിപ്പൽമാരെ നിയമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു കൃത്യമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിലും ട്രിബ്യൂണലിലും സമർപ്പിച്ചാൽ തന്നെ ഈ അധ്യാപകൻ നൽകിയ നിലവിൽ ഒരു കേസാണുള്ളത്. ആ കേസ് റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം സർക്കാർ ഇത്തരത്തിൽ അങ്ങനെയല്ല, സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കേരളത്തിലെ സർവകലാശാലകളിലെ ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരെ നിയമിക്കുന്നത് എന്നുള്ള കാര്യം ചട്ടപ്രകാരം അറിയിച്ചു കഴിഞ്ഞാൽ ആ കേസ് റദ്ദാവുന്നതാണ്. പക്ഷേ ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം അത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം പോലും നൽകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ച 33 അധ്യാപകർ മാത്രമാണ് ഇപ്പോൾ സ്ഥിരം നിയമനമായി ഉള്ളത്. ബാക്കി 37 സ്ഥലങ്ങളിൽ പുതിയ സർക്കാർ ഒരു നിയമനവും നടത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടൊരു ലിസ്റ്റ് തയ്യാറാക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. പക്ഷെ അവർ പറയുന്നത് നിയമക്കുരുക്കുകളാണ് ഇതുമായി ഉള്ളതെന്നാണ്. പക്ഷെ അത്തരത്തിലൊരു നിയമക്കുറിപ്പ് നമുക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിയില്ല. സർക്കാർ ഈ സത്യവാങ്മൂലം അടക്കം നൽകാൻ വൈകുന്നതാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫയൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി വകുപ്പ് സെക്രട്ടറി അടക്കം ഇതിൽ നടപടിയെടുക്കണം. നിലവിൽ ഈ 37 ഇടങ്ങളിൽ ഇപ്പോൾ നാഥനില്ല കളരി പോലെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പഴയ ലിസ്റ്റ് പ്രകാരം ഒന്നെങ്കിൽ അധ്യാപകരെ നിയമിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ പുതിയ ലിസ്റ്റ് സർക്കാരിന് ഉണ്ടാക്കാം. പക്ഷേ ഇത് 2022 സർക്കാർ താൽക്കാലികമായിട്ട് ഹൈക്കോടതി സർക്കാരിന് നൽകിയ ഒരു ഉത്തരവാണ്. അതിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് നൽകിയ ഒരു ഉത്തരവാണ്. ഇത് പ്രകാരം അധ്യാപകരെ നിയമിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അതിനാണ് ഈ സർക്കാർ ഇപ്പോൾ തയ്യാറാക്കാതെ നിൽക്കുന്നത്. അവന്തിക, ഈ നിയമക്കുരുക്കിൻ്റെ പേരിലാണ് ഈ നിയമ തടസ്സം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, അഞ്ജുവാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.